നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. വൃശ്ചികം 30 ഞായറാഴ്ച രാത്രി 10:11 മകയിരം നക്ഷത്രത്തിൽ 4-ാം പാദത്തിൽ മിഥുനക്കൂറിൽ ധനുരവി സംക്രമം നടന്നു കഴിഞ്ഞു. ആ സംക്രമണം മൂലം 1200-ാം ആണ്ട് ധനുമാസത്തിൽ 27 നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാമെന്ന് വിചാരിക്കുന്നു. അതിനായി ഈ മാസത്തെ ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം. ഇടവത്തിൽ വ്യാഴം, കന്നിയിൽ കേതു, വൃശ്ചികത്തിൽ ബുധൻ, ആദിത്യൻ ധനുരാശിയിലും ശുക്രൻ മകരം രാശിയിലും, കുംഭത്തിൽ ശനി, മീനത്തിൽ രാഹു എന്നിങ്ങനെയാണ്. എന്നാൽ ധനു 13 ശുക്രൻ കുംഭം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു. അതിനാൽ 12 രാശികളിലായി സ്ഥിതി ചെയ്യുന്ന 27 നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. ആദ്യമായി മേടക്കൂർ. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ 1200-ാം ആണ്ട് ധനുമാസത്തിൽ തൻ്റെ സ്വന്തം കഴിവിൽ ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. ബിസിനസ് രംഗത്ത് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും. താൻ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതാണ്. താൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതാണ്. ധാരാളം ഭാഗ്യ അനുഭവങ്ങൾ നിങ്ങളെ തേടി വരും. വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പോടുകൂടി പഠിക്കാനാകും. ഉന്നത പഠനം സാധ്യമാകും. വിദേശ യാത്രയ്ക്കും അവസരം ഉണ്ടാകും. ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. മുമ്പ് ചെയ്ത പ്രവർത്തനങ്ങൾക്ക് മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കുന്നതാണ്. വാക്കുകൊണ്ട് കസർത്തുന്നവർക്ക് ഗുണപ്രദമാണ്. ആത്മീയത വർദ്ധിച്ചു വരും. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനും അവസരങ്ങൾ ഉണ്ടാകും. പങ്കാളിക്ക് കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ കാണാനാകും. ധൈര്യത്തോടെ മത്സരബുദ്ധിയോടും കൂടി മുന്നോട്ടു പോകുന്നതാണ്. ആശയവിനിമയ ശേഷി വർദ്ധിക്കും. നല്ല ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കാനാകും. ഉദര സംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. മഹാദേവന് ധാര, ദേവിക്ക് ചുവന്ന ഹാരം എന്നിവ സമർപ്പിക്കുക. ഇടവക്കൂർ. കാർത്തികയുടെ ബാക്കി 3/4 ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ 1200-ാം ആണ്ട് ധനുമാസത്തിൽ മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കുവാനും ഗുണാനുഭവങ്ങൾ കുറഞ്ഞിരിക്കാനും സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ മ്ലാനത അനുഭവപ്പെടുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ശ്രദ്ധയുണ്ടാകണം. വസ്തു, വാഹനം, വീട് എന്നിവയുമായി ബന്ധപ്പെട്ട് ചില മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകുന്നതാണ്. ചിലർക്ക് സ്വത്ത് സംബന്ധമായ ധനാഗമനം പ്രതീക്ഷിക്കാം. പഴയകാല പ്രവർത്തനങ്ങളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. കുടുംബത്ത് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. കുടുംബത്തെ ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. ശമ്പള കുടിശ്ശിക ലഭിക്കാനുള്ളവർക്ക് അല്ലെങ്കിൽ ഇൻഷുറൻസ് തുക ലഭിക്കുന്നതിനും വഴി ധനാഗമനം പ്രതീക്ഷിക്കാം. ബിസിനസ് രംഗം വിപുലപ്പെടുത്തിയെടുക്കുവാനും ആകും. എന്നാൽ കർമ്മരംഗത്ത് അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സന്താനങ്ങളുമായി സന്തോഷാനുഭവങ്ങൾ പങ്കിടാൻ അവസരങ്ങൾ വന്നു ചേരും. പങ്കാളിയിൽ നിന്നും സഹായങ്ങളും പ്രതീക്ഷിക്കാം. പ്രണയിതാക്കൾക്ക് ബന്ധം ഊഷ്മളമായിരിക്കും. നേത്ര സംബന്ധമായതും ദന്ത സംബന്ധമായതുമായ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട്. ഗണപതി ഹോമം, മഹാദേവന് ധാര എന്നിവ സമർപ്പിക്കുക. മിഥുനക്കൂർ. മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ 3/4 ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ 1200-ാം ആണ്ട് ധനുമാസത്തിൽ ബുദ്ധിപൂർവം ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നതാണ്. പേരും പ്രശസ്തിയും ഉണ്ടാകും. തൊഴിൽ രംഗത്തും ബിസിനസ് രംഗത്തും നല്ല ഉയർച്ചകൾ ഉണ്ടാകുന്നതാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പാർട്ട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകാൻ ആകും. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ്. ശുഭാപ്തി വിശ്വാസ കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. നല്ല ധൈര്യത്തോടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടും. ദൂരദേശ യാത്രകൾ വേണ്ടിവരും. സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകുന്നതാണ്. അവയിലെല്ലാം വിജയിക്കാനും അവസരങ്ങൾ ഉണ്ടാകും. അച്ഛനുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട്.
സർക്കാരുമായി ബന്ധപ്പെട്ട് പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാൻ ഇടയാകും. ദമ്പതി സൗഖ്യം കുറയാം. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. രോഗശമനം ഉണ്ടാകും. ഞാൻ എന്ന ഭാവം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം അത്യന്താപേക്ഷിതമാണ്. കർക്കിടകക്കൂറ്. പുണർദത്തിന്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് ധനുമാസത്തിൽ തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ധനമിടപാടുകളിലും ശ്രദ്ധിക്കേണ്ടതാണ്. തൊഴിൽ രംഗത്തായാലും കുടുംബത്തായാലും ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ശത്രുക്കൾ മുഖേന ധനം നഷ്ടമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അല്ലാത്ത പക്ഷം ശത്രുക്കളുടെ എണ്ണം കൂടും. ചതി, വഞ്ചന എന്നിവയിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഊഹക്കച്ചവടത്തിൽ വിജയിക്കാൻ അവസരമുണ്ടാകും. ചില തെറ്റിദ്ധാരണകൾ മൂലം ധനമിടപാടുകൾ നടത്തുകയും ധനനഷ്ടങ്ങൾക്കും ഇടയാകും. ശത്രുശല്യം കുറയാം. രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ്. ധനം കടം കൊടുക്കാതിരിക്കുക. വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ്. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. വീഴ്ച, ചതവ്, പൊള്ളൽ എന്നിവ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഉദര സംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. ആഹാര ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ശരീരത്തിന് ക്ഷീണം, നേത്ര സംബന്ധമായ പ്രശ്നങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. മഹാദേവന് ധാര, ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല എന്നിവ സമർപ്പിക്കുക. ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് ധനുമാസത്തിൽ വളരെയധികം അനുകൂലമായ മാസക്കാലമാണ്. ഉയർന്ന വ്യക്തികളുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹ ആശസ്സുകൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ്. പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും. ആഗ്രഹിച്ച തൊഴിൽ തന്നെ ലഭിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട്. IT മേഖലയിലുള്ളവർക്ക് പുതിയ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്നതിനും അവസരമുണ്ടാകും. പലവിധ സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാകും. പലവിധ നിക്ഷേപങ്ങൾക്കും ഇടയാകും. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും ആകും. ഉദ്യോഗാർത്ഥികളെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതാണ്. പേരും പ്രശസ്തിയും ഉണ്ടാകും. സന്താനങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. പ്രണയം വിവാഹത്തിലേക്ക് എത്തിച്ചേരും. ലോണുകൾ സാങ്ഷനാകും. ശത്രുശല്യം വർദ്ധിക്കാം. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. വീഴ്ച, ചതവ്, മുറിവ്, പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. മഹാദേവന് പിൻവിളക്ക്, അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം എന്നിവ സമർപ്പിക്കുക. കന്നിക്കൂറ്. ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് ധനുമാസത്തിൽ കുടുംബത്ത് ധനച്ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും. വിദേശയാത്ര തരപ്പെടും. വിദേശത്ത് തൊഴിലിനായി കാത്തിരിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതാണ്. സർക്കാർ തൊഴിലിനായി കാത്തിരിക്കുന്നവർക്കും ഗുണപ്രദമാണ്. ആഡംബര വസ്തുക്കൾ ലഭിക്കും. സുഖാനുഭവങ്ങൾക്ക് കുറവ് വരുന്നതാണ്. മനപ്രയാസങ്ങൾ ഉണ്ടാകും. അനാവശ്യ കാര്യങ്ങൾക്കായി അലച്ചിലുകൾ വന്നു ചേരും. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമാകും. കർമ്മരംഗത്തായാലും ബിസിനസ് രംഗത്തായാലും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അനുഭവങ്ങളും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ്. ദമ്പതി സൗഖ്യം ഉണ്ടാകും. അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ വാഗ്വാദങ്ങൾക്കോ ഇടയാകും. ശ്വാസകോശ സംബന്ധമായോ ഹൃദയ സംബന്ധമായോ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. യോഗ ഗുണപ്രദമാണ്. നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം, മഹാവിഷ്ണുവിന് തുളസിമാല എന്നിവ സമർപ്പിക്കുക. തുലാക്കൂറ്. ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് ധനുമാസത്തിൽ സഹോദരങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം.
സാമൂഹിക ബന്ധം വർദ്ധിച്ചു വരും. ആശയവിനിമയ ശേഷി വർദ്ധിച്ചു തന്നെ നിൽക്കും. സുഹൃത്ത് വലയങ്ങൾ വിപുലമാകും. സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകും. ധൈര്യത്തോടെ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുകയും പലവിധ ആശയങ്ങൾ കാര്യപ്രാപ്തിയോടെ ചെയ്തു തീർക്കാനാകും. ഉദ്യോഗാർത്ഥികൾക്കായാലും ബിസിനസ് രംഗത്തായാലും നല്ല നേട്ടങ്ങൾ കൊയ്യാനാകും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും. കലാ സാംസ്കാരിക രംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. തൻ്റെ കഴിവുകളെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതാണ്. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ്. സാമ്പത്തിക ഉയർച്ചയും പ്രതീക്ഷിക്കാം. ധൈര്യത്തോടെ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണപ്രദമാണ്. ജീവിത പങ്കാളിയിൽ നിന്നും നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ശുഭാപ്തി വിശ്വാസം ഉണ്ടാകും. പേരും പ്രശസ്തിയും വിദേശത്തു നിന്നും ധനാഗമനവും പ്രതീക്ഷിക്കാം. ആഡംബര വസ്തുക്കൾ അധീനതയിൽ വന്നു ചേരുന്നതാണ്. സുഖം, സന്തോഷം എന്നിവ അനുഭവപ്പെടുന്നതാണ്. പങ്കാളിയിൽ നിന്നും നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. മഹാദേവന് ധാര, ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം എന്നിവ സമർപ്പിക്കുക. വൃശ്ചികക്കൂറ്. വിശാഖത്തിന്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് ധനുമാസത്തിൽ കർമ്മരംഗത്ത് നല്ല നേട്ടങ്ങൾ കാണാനാകും. ധനനേട്ടം, അധികാരപ്രാപ്തി, ഉയർച്ച, ബിസിനസ്സിലും നേട്ടങ്ങൾ ഉണ്ടാകും. സംസാരത്തിൽ ശ്രദ്ധയുണ്ടാകണം. വീട്ടമ്മമാർക്കും ഗുണപ്രദമാണ്. കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും. ബിസിനസ് രംഗത്ത് ഉയർച്ചകളും വന്നു ചേരും. ദൂരദേശ യാത്രകൾ വേണ്ടിവരും. ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ്. നയന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. സ്വത്ത് സംബന്ധമായ കാര്യങ്ങൾക്ക് ഗുണകരമാണ്. ഭാവിയിൽ പ്രയോജനപ്പെടുന്ന രീതിയിൽ പദ്ധതികൾ നടപ്പിലാക്കും. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഞാൻ എന്ന ഭാവം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലോണുകൾ സാങ്ഷനാകും. ദമ്പതി സൗഖ്യം കുറയും. നേത്ര സംബന്ധമായ രോഗങ്ങൾക്ക് ഇടയാകും. ഭക്ഷണ ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ്. പിതൃസ്വത്ത് സ്വന്തമാകാനിടയുണ്ട്. ഭാവിയിൽ പ്രയോജനപ്പെടുന്ന രീതിയിൽ നിക്ഷേപങ്ങൾക്ക് ഇടയാകും. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ഹൃദയ സംബന്ധമായി അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം. നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം, ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം, അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം എന്നിവ സമർപ്പിക്കുക. ധനുക്കൂറ്. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് ധനുമാസത്തിൽ ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. തൻ്റെ കഴിവുകളെ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും മറ്റുള്ളവരുടെ അംഗീകാരവും ലഭിക്കും. മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാൻ ആകും. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. കർമ്മരംഗത്ത് സ്ഥാനമാറ്റം, സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം. തൻ്റെ സ്വന്തം കഴിവുകൾ കൊണ്ട് ധനനേട്ടമുണ്ടാകും. ധാരാളം സമ്മാനങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട്. ആത്മീയത വർദ്ധിച്ചു വരുന്നതായി കാണാം. ഗുരുക്കന്മാരുടെയും ഉന്നത വ്യക്തികളുടെയും അനുഗ്രഹ ആശസ്സുകൾ ലഭിക്കുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ്. അപ്രതീക്ഷിതമായി ധനനേട്ടങ്ങൾക്ക് ഇടയാകും. ഭാഗ്യക്കുറി ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട്. ദമ്പതി സൗഖ്യം കുറയാം. രോഗശമനം, നല്ല ആരോഗ്യം എന്നിവ ഉണ്ടാകുന്നതാണ്. ബിസിനസ്സിലും നേട്ടങ്ങൾ ഉണ്ടാകും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനിടയുണ്ട്. പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാൻ അവസരങ്ങൾ വന്നു ചേരും. ഞാൻ എന്ന ഭാവം ഉണ്ടാകരുത്. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട്. നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം, ദേവിക്ക് കടുംപായസം എന്നിവ സമർപ്പിക്കുക. മകരക്കൂറ്. ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് ധനുമാസം കർമ്മരംഗത്ത് ചില വെല്ലുവിളികളെ നേരിടേണ്ടി വരുന്നതാണ്. വിദേശയാത്രയ്ക്കുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഗുണപ്രദമാണ്. ശത്രുശല്യം കുറയാം. കടബാധ്യതകളും കുറയാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. സ്വത്ത് സംബന്ധമായ കാര്യങ്ങൾക്ക് ഗുണപ്രദമാണ്. ഇതുവരെ സ്വത്ത് സംബന്ധമായ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവയെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. ധനസ്രോതസ്സുകൾ വർദ്ധിക്കുന്നതിനായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾക്കും ധനച്ചിലവുകളും ഉണ്ടാകും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. മനസംഘർഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ്.
നിയമപരമായി മാത്രമേ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാവൂ. വാഹന സംബന്ധമായ രേഖകളോ ഇൻകം ടാക്സ് സംബന്ധമായ രേഖകളോ അങ്ങനെ ഉള്ള എല്ലാ രേഖകളും അപ് ടു ഡേറ്റ് ആക്കി വെക്കണം. ആരോഗ്യ സംരക്ഷണത്തിനായി ധനച്ചിലവുകൾ വന്നു ചേരും. സർക്കാരിന് പിഴയടക്കേണ്ടതായി വന്നേക്കാം. ഉദര സംബന്ധമായ ക്ലേശങ്ങൾക്ക് ഇടയാകും. ദേവിക്ക് രക്തപുഷ്പാഞ്ജലി, ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല എന്നിവ സമർപ്പിക്കുക. കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് ധനുമാസത്തിൽ അഭീഷ്ട കാര്യസിദ്ധി, കർമ്മരംഗത്ത് നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകും. അംഗീകാരം, മേലുദ്യോഗസ്ഥരുടെ പ്രീതി, അധികാരപ്രാപ്തി എന്നിവ ഉണ്ടാകുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ഗുണപ്രദമാണ്. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും. പാർട്ട്ണർഷിപ്പ് ബിസിനസ് വിജയപ്രദമാകും. ജീവിത പങ്കാളിയിൽ നിന്നും ചില നേട്ടങ്ങൾക്ക് ഇടയാകും. ദൂരദേശ യാത്രകൾ വേണ്ടിവരും. വിവാഹ കാര്യങ്ങൾക്ക് ഗുണപ്രദമാണ്. പ്രണയചിന്ത വർദ്ധിക്കും. ദമ്പതി സൗഖ്യം ഉണ്ടാകും. സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. മാതാപിതാക്കളുമായി യോജിച്ച് മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കണം. വസ്തു, വാഹനം, വീട് എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. എതിർലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാം. പൊതുപ്രവർത്തകർക്ക് ഗുണപ്രദമാണ്. സാമൂഹിക ബന്ധങ്ങൾ വളരും. ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടും. നേത്ര സംബന്ധമായ രോഗങ്ങൾ അലട്ടാനിടയുണ്ട്. മുറിവ്, ചതവ്, പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഗണപതി ഹോമം, ശാസ്താവിന് എള്ളു പായസം എന്നിവ സമർപ്പിക്കുക. മീനക്കൂറ് പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ മീനക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് ധനുമാസത്തിൽ ഏതു പ്രവർത്തനമായാലും വിജയിക്കാനാകും. തൊഴിലിൽ ഉന്നത പദവി, ഉയർച്ച, സന്തോഷം എന്നിവ പ്രതീക്ഷിക്കാം. ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനാകും. മറ്റുള്ളവർ തങ്ങളെ അംഗീകരിക്കാനും ഇടയാകും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട്. പ്രമോഷൻസ് ലഭിക്കാൻ ഇടയുണ്ട്. തൊഴിലിൽ സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. സഹപ്രവർത്തകരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധയുണ്ടാകണം. ആശയവിനിമയങ്ങൾ ശ്രദ്ധിക്കണം. മേലധികാരിയുടെ പ്രീതി പിടിച്ചു പറ്റാനാകും. ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനും മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കുന്നതുമാണ്. കുടുംബജീവിതത്തിൽ പങ്കാളിയുടെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി മുന്നോട്ടു പോകേണ്ടതായി വരും. ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ ഗുണപ്രദമാകും. പിതൃസ്വത്ത് സ്വന്തം പേരിലാകാനും ഇടയുണ്ട്. ബിസിനസ് രംഗത്തും നല്ല ഉയർച്ചകൾ ഉണ്ടാകും. സന്താനങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. രക്തദൂഷ്യങ്ങളോ നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകളോ ഉണ്ടാകാൻ ഇടയുണ്ട്. ഹനുമൽ സ്വാമിക്ക് വെണ്ണ നിവേദ്യം, ദേവിക്ക് കടുംപായസം, വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് 27 നക്ഷത്രക്കാരും ഈ ധനുമാസത്തിൽ അറിഞ്ഞിരിക്കേണ്ടത്. ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിന് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ജനന തീയതി, ജനന സമയം, ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.